ഇന്ന് പ്രധാനമായും കെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യം വടകരയിലെ LDF സ്ഥാനാർത്ഥി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ സഖാവ് കെ ശൈലജയ്ക്ക് നേരെയുള്ള അതിക്രൂരമായ സൈബർ ആക്രമണം ജനാധിപത്യ കേരളം അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുകയും കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സഖാവ് ശൈലജയ്ക്കെതിരായി അശ്ലീലം പ്രചരിപ്പിച്ച് അതൊരു ഉപകരണമായി ആക്രമിക്കാൻ UDF ശ്രമം കേരളത്തിൽ വില പോകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ജനാധിപത്യ സമൂഹമാകെ ശൈലജ ടീച്ചർക്കൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയം. കുടുംബ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ എത്ര ഹീനമായ പ്രചരണമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി നടത്തുന്നത് എന്ന് വളരെ ഗൗരവപൂർവം കാണേണ്ടതാണ്. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോർഫിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ വടകര KL18 എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡിയകളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. ജനങ്ങളുടെ നിശ്ചയദാർഢ്യം തിരിച്ചറിഞ്ഞ UDF രാഷ്ട്രീയമായിട്ട് നേരിടാനാവില്ല എന്ന് ഉറപ്പായപ്പോൾ നിരവധി വഴിയിലൂടെ ചാനലുകളെയും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെയും എല്ലാം ഉപയോഗിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിച്ച് ഒരുതരം മാഫിയ സംഘം പോലെ UDFിൻ്റെ താണ്ടി UDF നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി തന്നെ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നത് ഹീനമായ ഒരു ഇലക്ഷൻ പ്രവർത്തന തന്ത്രമാണ്. നമുക്കറിയാം, കൃത്രിമമായ രേഖയുണ്ടാക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എങ്ങനെ കൃത്രിമ രേഖയുണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴും കേരളം ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല. അത് നേതൃത്വം നൽകുന്ന UDFിൻ്റെ പൂർണ്ണമായ പിന്തുണയും നേതൃത്വം ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ബലത്തിലാണ് ഈ അശ്ലീല ആക്രമണം അവർ സംഘടിപ്പിക്കുന്നത്. അടിയന്തരമായി ഇത്തരം അശ്ലീല ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിന് UDF തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്.